നമസ്തേ. ഇന്ന് നമ്മൾ പ്രവീൺ പൂർവാർദിലെ ആദ്യത്തെ പേപ്പറിലുള്ള സ്കന്ദഗുപ്തിലെ ചരിത്ര ചിത്രനാണ് നോക്കുന്നത്. ചരിത്രചിത്രൻ സ്കന്ദഗുപ്ത എഴുതിയിരിക്കുന്നത് ശ്രീ ജയശങ്കർ പ്രസാദ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള നാടകങ്ങളിൽ ഒന്നാണ് സ്കന്ദഗുപ്ത. हिंदी साहित्य में श्री जयशंकर प्रसाद का स्थान काफ़ी आदरपूर्ण है. हिंदी नाटक में तो ये सबसे महत्वपूर्ण माने जाते हैं. ഹിന്ദി സാഹിത്യത്തിൽ ശ്രീ ജയശങ്കർ പ്രസാദിനുള്ള സ്ഥാനം വളരെയധികം ആദരവപൂർവ്വത്തോടുകൂടി ആണ്. ഹിന്ദി നാടക് में तो ये सबसे महत्वपूर्ण माने जाते हैं. ഹിന്ദി നാടകത്തിൽ ഏറ്റവും മഹത്വപൂർണ്ണമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഐതിഹാസിക് നാടക് ലേഖൻ പ്രസാദ് കാഫി ആകെ ഹെ. ചരിത്രപരമായ നാടകങ്ങൾ എഴുതുന്നതിൽ പ്രസാദ്ജി വളരെയധികം മുൻപന്തിയിൽ തന്നെയാണ്. ഉൻകാ സുപ്രസിദ്ധ നാടക് സ്കന്ദഗുപ്ത കാ പ്രധാൻ പാത്ര തഥാ നായക് ഹെ സ്കന്ദഗുപ്ത. അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ നാടകത്തിലെ സ്കന്ദഗുപ്തിലെ പ്രധാന കഥാപാത്രവും നായകനും കൂടിയാണ് സ്കന്ദഗുപ്ത. कर्तव्य के प्रति उदासीन भावना. नाटक के आरंभे अपने कर्तव्य भावना के विमुख स्कंदगुप्त का പരിചയ പ്രസാദ് देते हैं. നാടകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തൻ്റെ കർത്തവ്യ ഭാവനയിൽ മുഴുകിയിരിക്കുന്ന ആ സ്കന്ദഗുപ്തൻ്റെ പരിചയമാണ് തരുന്നത്. രാജകുമാർ और राज्य के ഉത്തരാധികാരി का കർത്തവ്യഭാർ സ്കന്ദഗുപ്ത നഹി അപ്നാता है. രാജകുമാരനായി കൊണ്ടും രാജ്യത്തിൻ്റെ ഉത്തരാധികാരിയുടെയും ആ കാര്യഭാരം സ്കന്ദഗുപ്തൻ स्वयं സ്വീകരിക്കുന്നില്ല. ഗൃഹകലഹ തഥാ വിദേശിയോं के आक्रमण से स्कंदगुप्त के मन में राज्य के प्रति उदासीनത സ്ഥാൻ പാത്തി है. ഗൃഹകലഹത്തിൻ്റെയും വിദേശികളുടെ ആക്രമണത്തിലും സ്കന്ദഗുപ്തൻ്റെ മനസ്സ് രാജ്യത്തെപ്പറ്റി ഉദാസീനമായിട്ടുള്ള സ്ഥാനമാണ് കാണാൻ കഴിയുന്നത്. देशप्रेमी. राज्य के प्रति अपने कर्तव्य से आरंभ में उदासीन रहने पर भी स्कंदगुप्त मन में सच्ची देशभक्ति भरी पड़ी है. രാജ്യത്തെക്കുറിച്ച് തൻ്റെ കർത്തവ്യത്തിൽ ആരംഭം മുതൽ തന്നെ ഉദാസീനതയായിരുന്നു കൊണ്ട് തന്നെ സ്കന്ദഗുപ്തൻ്റെ മനസ്സിൽ ശരിയായ ദേശഭക്തി നിറഞ്ഞു കാണാൻ കഴിയുന്നു. अपने देश से वह सदा प्रेम करता है. തൻ്റെ ദേശത്തെ എപ്പോഴും സ്നേഹിക്കുന്നു. कुसुमपुर पर जब हूणों का आक्रमण होता है तब विदेशी से कुसुमपुर को बचाकर उसे स्वतंत्र घोषित करता है. കുസുംപുരിൽ എപ്പോഴാണോ ഹൂണന്മാർ ആക്രമിച്ചത് വിദേശികൾ കുസുംപുരിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്രരായി വിളംബരം ചെയ്യുന്നു. राज्य की रक्षा और उद्धार के लिए वह സദാ ഹി തയ്യാർ रहता. രാജ്യത്തെ രക്ഷിക്കുന്നതിനും അതിനെ നല്ലൊരു രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം എന്നും തയ്യാറാകുന്നു. अपने देश के लिए वह जान देने के लिए भी तैयार रहता है. തൻ്റെ ദേശത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുകയും ചെയ്യുന്നു. दूरदर्शी. स्कंदगुप्त दूरदर्शी है. उसे खूब मालूम है कि हूणों आदि विदेशियों का आक्रमण के साथ देश के अंदर में गृहकलह को दूर करना है. അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാമായിരുന്നു ഹൂണന്മാരും കൂടാതെ വിദേശികളുടെ എല്ലാം ആക്രമണത്തോടൊപ്പം ദേശത്തിൻ്റെ ഉള്ളിൽ തന്നെ ഗൃഹകലവും ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചു. अपने इस उद्देश्य की पूर्ति के लिए वह പുരഗുപ്ത കോ മഗധ കാ രാജ ബനാത്ത ഹെ. തൻ്റെ ഈ ഉദ്ദേശത്തിൻ്റെ പൂർത്തിക്ക് വേണ്ടി അദ്ദേഹം പുരഗുപ്തനെ മഗധത്തിലെ രാജാവാക്കി തീർക്കുകയും ചെയ്യുന്നു. ഉദാർചിത്ത്. സ്കന്ദഗുപ്ത ഉദാർചിത്ത് വ്യക്തി ഹെ. ദയാമനസ്കനായിരുന്നു സ്കന്ദഗുപ്ത. വ ദൂസരോं की गलतियों को माफ़ करना जानता है. മറ്റുള്ളവരെ തെറ്റിനെ മാപ്പ് കൊടുക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. चक्रपालित. जब उत्तेजित होकर अनादर शब्द कहने लगता है तब पर्णदत्त उसे डांटते हैं. ചക്രപാലിത് എപ്പോഴാണോ വളരെയധികം ആവേശത്തിൽ വന്നുകൊണ്ട് അനാദരവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചത് അപ്പോൾ പർണദത്ത് ചീത്ത പറയുന്നു. തബ് സ്കന്ദഗുപ്ത कहता है ആര്യ പർണദത്ത് ക്ഷമാ കീജിയെ. കുഴപ്പമില്ല. സ്കന്ദഗുപ്തൻ ഇപ്രകാരം പറഞ്ഞു, പർണദത്ത് ക്ഷമിച്ചാലും हृदय की बात को राजनीति की भाषा में व्यक्त करना नहीं जानता है. ഹൃദയത്തിലുള്ള കാര്യങ്ങളെ രാജനീതിയുടെ ഭാഷയിൽ വ്യക്തമാക്കുന്നതിൽ ഒരിക്കലും അറിയില്ല. अपने माता की हत्या का षड्यंत्र शर्वनाग भट्टार्क പുരഗുപ്ത ആദി और विमाता आनंद देवी ने किया जाता है. തൻ്റെ അമ്മയെ ശർവനാഗ ഭട്ടാർക്ക് പുരഗുപ്ത് വിമാതാവായ രണ്ടാം അമ്മയായ ആനന്ദ ദേവി എല്ലാവരും കൂടി ചേർന്ന് വധിക്കുന്നു. अपनी माता को बचाने के बाद സ്കന്ദഗുപ്ത ഇൻകെ അപരാധം കാ ക്ഷമാ കർ ദേത്ത. തൻ്റെ അമ്മയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സ്കന്ദഗുപ്ത ഇവരെ തെറ്റുകളെല്ലാം ക്ഷമിക്കുകയാണ് ചെയ്തത്. മാംസെ അഗാത് പ്രേം. സ്കന്ദഗുപ്ത അപ്നി മാതാസെ ബഹുത് പ്യാർ കർത്താ ഹെ. സ്കന്ദഗുപ്ത തൻ്റെ അമ്മയെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. വ അപ്നി മാതാക്കി
ഹർ ബാത് മാൻതാ ഹെ, തൻ്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുമായിരുന്നു. അപ്നി മാം കെ കഹനെ പർ വ കുച്ച് ബി കർനെ കെ ലിയെ തയ്യാർ കർത്ത, അമ്മ പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. മാതാ കെ കഹനെ പർ വ ശർവന കോ ക്ഷമ കർ ദേത്താ ഹെ, അമ്മ പറഞ്ഞതനുസരിച്ചാണ് ശർവനാനോട് ക്ഷമ കാണിച്ചത്. അപ്നെ മാതാ കെ പ്രതി പ്യാർ കെ കാരണം ഉസെ മാർനെ കോ ജോ ഷഡയന്ത്ര രചാ ജാത്ത ഉസേ രോക്താ ഹെ, തൻ്റെ അമ്മയുടെ ആ സ്നേഹം കാരണം മാർനെ കോ, കൊല്ലുന്നതിന് എന്തൊരു ഗൂഢതന്ത്രമാണോ രചിച്ചത് അതുപോലും തടുക്കുന്നു. അപ്നി മാതാക്കോ ബജാത്താ ഹെ, അമ്മയെ രക്ഷിക്കുന്നു. ലേക്കിൻ അന്തമേ ജബ് വ വിദ്രോഹിയോം സെ ലഡ് രഹാ താ ഉസ് സമയ ഉസ്കി മാം മർ ജാത്തി ഹെ, അവസാനം വിദ്രോഹികളുമായി വഴക്കുണ്ടാക്കുകയും ആ സമയത്ത് അമ്മ മരിച്ചു പോവുകയും ചെയ്യുന്നു. വ അപ്നി മാതാ കെ ദേഹാന്ത് കാ പതാ നഹി ലഗാ പാത്ത, തൻ്റെ അമ്മയുടെ മരണത്തെക്കുറിച്ച് അറിയാനായി ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാദ് മേ മുസ്കി സമാധി പർ രോത്തെ ഹുയെ വ ശ്രദ്ധാഞ്ജലി അർപ്പിത് കർത്ത, പിന്നീട് ആ സമാധിയിൽ കരഞ്ഞുകൊണ്ട് അവർക്കുള്ള അന്തിമോപചാരം അർപ്പിക്കുകയാണ് ചെയ്തത്. പ്രണയ് ഭാവന. स्कंदगुप्त सबसे पहले मालव के धन कुबेर की कन्या विजया से प्यार करता है. സ്കന്ദഗുപ്ത ആദ്യം മാളവത്തിലെ ധൻ കുബേറിലെ ആ കന്യായ വിജയയാണ് സ്നേഹിച്ചിരുന്നത്. വിജയ ബി ഉസേ പ്യാർ കർത്തി ഹെ, വിജയും സ്കന്ദഗുപ്തനെ സ്നേഹിച്ചിരുന്നു. പഹലി മുലാഖാത്ത് में है विजया के रूप लावण्यता को देखकर वह प्रेम करने लगता है. ആദ്യത്തെ കാഴ്ചപ്പാടിൽ തന്നെ വിജയുടെ ആ ഭംഗി കണ്ടുകൊണ്ട് അവളെ ഇഷ്ടപ്പെടാനായി തുടങ്ങിയതായിരുന്നു. ലേക്കിൻ വ അപ്നെ പ്യാർ കോ പ്രകട് നഹീ കർത്ത, എങ്കിലും തൻ്റെ സ്നേഹത്തെ പ്രകടമാക്കിയില്ല. മാളവ് ദേശ് കി രാജകുമാരി ദേവസേന ഉസ്സേ പ്യാർ കർത്തി ഹെ, മാളവ് ദേശത്തിലെ രാജകുമാരിയായ ദേവസേനയും സ്കന്ദഗുപ്തനെ സ്നേഹിച്ചിരുന്നു. ദോനോം കെ മൻമേ സ്കന്ദഗുപ്ത കെ പ്രതി പ്യാർ രഹത്ത, രണ്ടുപേർക്കും സ്കന്ദഗുപ്തനെ ഇഷ്ടമായിരുന്നു. വിജയ ഭട്ടാർക്ക് കോ അപ്നാ പതി ബനാ ലേത്തി, വിജയ പിന്നീട് ഭട്ടാർക്കിനെ തൻ്റെ ഭർത്താവായി സ്വീകരിച്ചു. സ്കന്ദഗുപ്ത ദേവസേനക്കോ അപ്നെ പത്നി കെ രൂപ് മേ പാനാ ചാഹത്താ ഹെ, സ്കന്ദഗുപ്തൻ ദേവസേനയെ തൻ്റെ ഭാര്യയുടെ രൂപത്തിൽ നേടുവാനായി ആഗ്രഹിക്കുകയും ചെയ്തു. ലേക്കിൻ ദേവസേന കോ മാലൂം ഹോ ജാത്താ ഹെ കി സ്കന്ദഗുപ്ത വിജയ സെ പ്യാർ കർ രഹാ താ, പിന്നീട് ദേവസേനയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു സ്കന്ദഗുപ്ത വിജയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. ഇസ്ലിയെ വ ഉസേ പ്യാർ കോ സ്വീകാർ നഹീ കർത്തി, അതിനാൽ അവൾ സ്കന്ദഗുപ്തൻ്റെ സ്നേഹത്തെ സ്വീകരിച്ചില്ല. ഇസ്സേ സ്കന്ദഗുപ്ത ആജീവൻ കുമാർ രഹനേക്ക വ്രതിലേത്ത, അതുകൊണ്ട് സ്കന്ദഗുപ്ത ജീവിതകാലം മുഴുവൻ കുമാരനായി തന്നെ വിവാഹം കഴിക്കാതിരിക്കാൻ തന്നെ തീരുമാനിച്ചു. വിജയ ഉസേ പാനാ ചാഹത്തി ഹെ, ഉസ്കെ ബദലെ അപ്നാ കോശ് ദേനാ ചാഹത്തി ഹെ, ലേക്കിൻ സ്കന്ദഗുപ്ത അപ്നെ വ്രത് മേ ദൃഢ രഹത്ത, വിജയ ഇത് അറിഞ്ഞപ്പോൾ സ്വീകരിക്കാനായി ആഗ്രഹിച്ചുവെങ്കിലും സ്കന്ദഗുപ്തൻ തൻ്റെ വ്രതത്തിൽ തന്നെ ഉറച്ചു നിന്നു. വിജയ ആത്മഹത്യ കർലേത്തി, വിജയത്തിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. മഹാൻ വീർ ഔർ കർമ്മയോഗി. സ്കന്ദഗുപ്ത മഹാൻ വീർ ഔർ കർമ്മയോഗി ഹെ, സ്കന്ദഗുപ്ത മഹാനായ ഒരു വീരനും കർമ്മയോഗിയും കൂടിയാണ്. അപ്നെ ദേശ് കോ വ സുദൃഢ ബനാത്ത ഹെ, തൻ്റെ ദേശത്തെ സുദൃഢമാക്കി തീർത്തു. ഗൃഹ കദം കർ ദേത്ത, കുടുംബ കലഹങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കി തീർത്തു. ഫിർ ബി അപ്നെ ദേശ് കാ രാജ നഹീ ബൻത, എങ്കിലും തൻ്റെ ദേശത്തിൻ്റെ രാജാവായി തീർന്നില്ല. വ പുരഗുപ്ത കോ ഹി രാജ ബനാത്ത ഹെ, പുരഗുപ്തനെ രാജാവാക്കി തീർത്തു. ഇസ്സേ ഉസ്കി ത്യാഗ് കി ഭാവന പ്രകട് ഹോത്തി ഹെ, ഇതിൽ തൻ്റെ ത്യാഗത്തിൻ്റെ ഭാവന പ്രകടമാക്കാൻ കഴിഞ്ഞു. വ മഹാൻ വീർ ഹെ. മാളവ് ദേശെ സഹായത കി പുക്കാർ ആനെ പർ വ തുരന്ത് വഹാം ജാത്ത ഹെ, മാളവ് ദേശത്തിലെ സഹായത്തിൻ്റെ വിളി വന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് പോകുന്നു. ഹൂണോം കോ ഉചിത് രൂപ് സെ ഭഗാ ദേത്ത ഹെ, ഹൂണന്മാരെ ശരിയായ രീതിയിൽ നിന്നും അവിടെ നിന്നും ഓടിച്ചു വിടുന്നു. സ്വരാജ് കി സ്ഥാപന കർത്ത, സ്വന്തം രാജ്യത്തെ സ്ഥാപിക്കുകയും ചെയ്യുന്നു. മാളവ് ദേശ് കി രാജാസെ സാമ്രാട്ട് കാ പദ ദിയേ ജാനെ പർ, മാളവ് ദേശത്തിലെ ആ രാജാവിന് സാമ്രാട്ടിൻ്റെ പദവി കൊടുത്തതിൽ ഉസേ അപ്നാ ലേത്താ ഹെ, വ മാളവ് കാ രാജാ ബൻകർ ദേശ് കോ ആഗെ ബഡാത്ത, മാളവത്തിലെ രാജാവായിക്കൊണ്ട് ദേശത്തെ നയിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. इस प्रकार महाभारत के भीष्म के समान देश की रक्षा के लिए अपना सब कुछ त्याग कर സ്കന്ദഗുപ്ത മഹാൻ बनता है. ഇപ്രകാരം മഹാഭാരതത്തിലെ ഭീഷ്മരെ പോലെ തന്നെ ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാം സ്വയം സഹിച്ചുകൊണ്ട് സ്കന്ദഗുപ്തൻ മഹാനായിത്തീരുന്നു. വ രമണിയോം കാ രക്ഷക്, ബാലകോം കാ വിശ്വാസ്, വൃദ്ധോം കാ ആശ്രയ और आर्यवर्त की छत्र छाയ ബൻകർ ജീവൻ ബിതാത്ത ഹെ, സ്ത്രീകളുടെ രക്ഷകനായും കുട്ടികൾക്ക് വിശ്വാസപാത്രമായും വൃദ്ധന്മാർക്ക് ആശ്രയമായും ആര്യവർത്തത്തിൻ്റെ ആ നിഴലിൽ നിന്നുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുന്നു. അപ്നെ മഹാൻ ഗുണോം സെ വ നായക് സിദ്ധ ഹോത്താ ഹെ, തൻ്റെ ഈ മഹത്തായ ഗുണങ്ങൾ കൊണ്ട് സ്കന്ദഗുപ്ത എന്നും നായകൻ എന്നുള്ള പേര് തെളിയിക്കാനായി കഴിയുകയും ചെയ്തു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.